ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നമ്മുടെ ഒരു പാർവതിയുടെ ചെറിയൊരു കട്ടുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും പറഞ്ഞു കേട്ടാ, കൊല്ലരുത്, അത് വിരട്ടിയാൽ മതി, പൊക്കോണം. അപ്പോൾ ഞാൻ ഇപ്പം വന്നിരിക്കുന്ന വീഡിയോ എന്ത് ചെയ്യാനാണ് എന്ന് വെച്ചാൽ, ഇത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. പക്ഷേ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടതിൻ്റെ റിയാക്ഷനെ പറ്റി റിയാക്ട് ചെയ്യാനാണ് ഞാൻ വന്നത്. കാരണം ഇന്ന് മനുവും ദേവും കൂടി ഹോസ്പിറ്റലിൽ പോയി ആ ബില്ലിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അവരത് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്തു ജനങ്ങളിൽ എത്തിച്ചു. അതിന് ആ വീഡിയോ എടുത്ത് നമ്മളെല്ലാം പ്രതികരിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റിൻ്റെ താഴെയും പേഴ്സണലി എന്നെ വിളിച്ചു, എന്നെ ഭയങ്കരമായിട്ട് വഴക്കു പറയുകയാണ് ചെയ്തത്. സജീന, നീ എന്താണ് ഈ പറയുന്നത്? നീ എന്താണ് കാണിക്കുന്നത്? ഇന്നലെ വരെ ഇവന്മാരെ രേണുസുതിയുടെ പച്ച ഇറച്ചി തിന്നുകൊണ്ടിരുന്നവന്മാരല്ലേ? നീ ഒരൊറ്റ ദിവസം കൊണ്ട് ഇവന്മാരെ അങ്ങ് പുണ്യാളന്മാരാക്കിയ, ഇവന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ ചോദിച്ചോണ്ട് എന്നെ അങ്ങ് എടുത്തൊടുക്കുമായിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടതിന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ഫ്രണ്ട്സേ, ഇപ്പം ഇവന്മാരെ പുണ്യാളന്മാരാക്കിയിട്ട് എനിക്കൊരു കാര്യം സാധിക്കേണ്ട. ഇവന്മാരാരാണെന്നും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കറിയാം. കാരണം ഇവന്മാരുടെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഈ വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞു. എന്നെ വഴക്ക് പറയും. എനിക്ക് താഴെ മെസ്സേജ് ഇട്ടവർക്കും വേണ്ടി പറയാൻ ഞാനൊരു കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കുറച്ച് നാൾ കൊണ്ട് ഈ രേണുസുതിയുടെ അസുഖം വ്യാജമാണ് എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. നമ്മൾ ഹൃദയം പൊട്ടി തകർന്നു കിടന്ന് വിളിച്ച് പറയുന്നു, അങ്ങനല്ല, അതൊക്കെ അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു പട്ടിക്കുഞ്ഞുങ്ങൾ പോലും വിശ്വസിച്ചില്ല. അപ്പോഴും നമുക്കറിയാം, പരിപൂർണ്ണ ബോധ്യം നമുക്കുണ്ട് രേണുസുതിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അത് 4th സ്റ്റേജ് ആണ് എന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. വിശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഞാൻ. സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവള് പണപ്പിരിവ് നടത്തുന്നെന്ന് പറഞ്ഞുകൊണ്ട് വേറെ അലിഗേഷൻ വന്നു. അതും നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ നമ്മൾ അതിനെതിരെ പ്രതികരിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബില്ലിൻ്റെ കാര്യം, ഈ ബില്ലിൻ്റെയാണ് ഏറ്റവും വലിയ വിഷയമായി മാറിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മെഡിസിന് ഞങ്ങളൊക്കെ ഈ ഒരു ലെവലിൽ പിന്നെ ചികിത്സ നേടിയവരാണ്. ഞങ്ങൾക്ക് ഇതേ ക്യാൻസർ തന്നെയായിരുന്നു, ഞങ്ങൾക്ക് വെറും 5000 രൂപയുടെ മെഡിസിനാണ് ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ പേരുടെ വോയിസുകൾ നമ്മളെല്ലാവരും കേട്ടതാണേ. അപ്പോഴും നമ്മൾ പകച്ചു നിൽക്കുകയാണ്, ഇതെന്താണ് ഏതാണെന്നുള്ളത്. അപ്പം വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട്, സത്യം പറഞ്ഞാൽ അവർക്ക് ജീവിക്കണമെങ്കിൽ ആരെയൊക്കെ, ഏവന്മാരെയൊക്കെ അല്ലെങ്കിൽ ഏവളുമാരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ ആ ചേച്ചി, അതായത് രേണുവിൻ്റെ ചേച്ചി, വിശദമായിട്ടുള്ളൊരു വീഡിയോ ആ ബില്ല് സഹിതം ഇട്ടു. അതും പറ്റുന്നില്ല അവർക്ക്. ആ ബില്ല് വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ അലിഗേഷൻ, അതായത് രേണുവിൻ്റെ ചേച്ചി 2 കൈ കൊണ്ട് മറച്ചു വെച്ച് കാണിച്ചു തന്നെന്ന്, കാണാൻ പാടില്ലാത്തൊക്കെ മറച്ചു വെച്ചെന്ന്. അതായത് അതിനകത്ത് രേണുവിൻ്റെ പേരില്ല, പിന്നെ മെഡിസിൻ മേടിച്ച സ്ഥലമില്ല. മാത്രമല്ല ഈ ബില്ല് 2001 ബില്ലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ആണോ ഇല്ലേ? നിങ്ങൾ തന്നെ പറയണം. എന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് തന്നെ നിങ്ങൾക്ക് ഒരു ദേഷ്യം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അലിഗേഷൻ കൂടെ നടക്കുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് അവിടെ പോകണമെന്ന് നേരിട്ട് പോയി ഈ ബില്ലിൻ്റെ കോപ്പി കാണിക്കുകയും അവിടെ നിന്ന് സത്യാവസ്ഥ അറിയണമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് അന്നേരം അവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ 2 പ്രാവശ്യം ഞാനത് ചിന്തിച്ച്. കാരണം നേരെ മറിച്ച് ഞാനും വേറെ ഒരാളും കൂടെയാണ് ഇപ്പോൾ അവിടെ പോയി ഈ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫോട്ടോ ഇട്ടു, അവിടെ നിന്നുകൊണ്ട് തന്നെ വീഡിയോ ഇട്ട്, ഇത് സത്യമാണ്, ഈ ബില്ല് സത്യമാണ്, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഇത് ഒറിജിനൽ ബില്ല് തന്നെയാണ്, ഇത്ര എമൗണ്ട് കൊടുത്ത് തന്നെയാണ് രേണുസുതി ഈ മെഡിസിൻ മേടിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ? ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല. കാരണം എന്താ? നീ അങ്ങനെയല്ലേ പറയൂ, നീ രേണുവിൻ്റെ മൂട് താങ്ങി നടക്കുന്നവളല്ലേ, അല്ലെങ്കിൽ നീ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവളല്ലേ, അതുകൊണ്ട് നീ അങ്ങനെ പറയും. ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. പക്ഷേ നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ വായിൽ നിന്ന് തന്നെ സത്യം വന്നപ്പോൾ അത് ആൾക്കാർ വിശ്വസിക്കും. മാത്രമല്ല, ഇവർ പുണ്യാത്മാക്കളാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവർ ഈ ബില്ലും പൊക്കി പിടിച്ചുകൊണ്ട് പോകാൻ ഇവർക്ക് എന്ത് അവകാശമാണ്, എന്ത് അധികാരമാണ്? മറ്റുള്ളവരുടെ ലൈഫിനകത്ത് കയറി ചെന്നിട്ട് അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റാണോ, അത് ജെനുവിനാണോ എന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? ആ ചോദ്യം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഇവർ പോയത് സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ഫേക്കാണ്, ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു ബില്ല് ഫേക്കാണ്, ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് പൊട്ടും, നമുക്ക് അടുത്ത വീഡിയോ ഇടാം, ഇതിട്ട് കണ്ടന്റ് നമുക്കിട്ട് ലോകം മൊത്തോട്ട് കത്തിച്ച് ചാമ്പലാക്കാന്നുള്ള രീതി തന്നെയാണ് ഇവന്മാർ അവിടെ പോയി ഇത് അന്വേഷിക്കാൻ പോയത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ വെറും വിഡ്ഢിയൊന്നും അല്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴെന്താണ് സംഭവം? സത്യം ജയിച്ചു.
പിന്നെ എന്തായാലും അവിടെ വരെ പോയതല്ലേ, അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇതല്ലെങ്കിൽ വേറൊരാൾ മുഖേന ഇതിന്റെ സത്യം പുറത്ത് വരും. മനസ്സിലായ? ഇതിന്റെ സത്യം പുറത്ത് വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയ കണ്ടന്റ് അതൊരു ഫ്രഷ് കണ്ടന്റ് ആണ്. അത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽ വിഷയം ആയതുകൊണ്ട് നമുക്കത് പബ്ലിക്കിലോട്ട് കൊടുക്കാം എന്ന് കരുതി തന്നെയാണ് അവരിട്ടത്. അവരും റീച്ചിന് വേണ്ടി തന്നെയാണ് ഇട്ടത്, അല്ലാതെ പുണ്യപ്രവൃത്തിക്കല്ല അവർ ചെയ്തത്. അയ്യോ കഷ്ടം, ആരും ഈ രേണുസുതി ഒന്നും പറയുന്നില്ല, ഈ ബില്ല് ഒറിജിനലാണ്, ഇത്ര രൂപ കൊടുത്താണ് അവർ മേടിച്ചിരിക്കുന്നത്, രേണുസുതിക്ക് അസുഖമുണ്ട് എന്ന് പറയാനല്ലെന്ന് എനിക്കറിയാം. മനസ്സിലായ? ഞാൻ വെറും വിഡ്ഢിയൊന്നും അല്ല. ഇപ്പൊ എന്നെ കിടന്ന് പറഞ്ഞവരെടുത്ത് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ അവരായിട്ട് ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെ നേരിട്ട് പോവുകയും അതിന്റെ സത്യാവസ്ഥ അറിയുകയും അവർ തന്നെ വീഡിയോ ഇടുകയും ചെയ്തപ്പോൾ നമ്മൾ അതിന് റിയാക്ട് ചെയ്തു. അത് ഇപ്പോഴും പറയുന്നു, ഞാൻ നേരിട്ട് പോയിട്ട് ഈ സത്യങ്ങൾ അറിഞ്ഞു, ഞാൻ തന്നെ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യർ വിശ്വസിക്കത്തുമില്ലായിരുന്നു, എന്നെ ഏറിലിട്ട് അടിച്ചെന്നെ. സത്യമാണത്. അപ്പൊ അതിന്റെ ഒരു നന്ദിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവന്മാർ പുണ്യ ആത്മാക്കളാണ്, അയ്യോ നിങ്ങളെ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നു, നിങ്ങളെ ഞാൻ ദൈവമായിട്ട് കാണുന്നു, തൊഴുതു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായ? എന്തെങ്കിലും ഇനി നെഗറ്റീവായിട്ട് അവർ എന്ത് വീഡിയോ ഇട്ടാലും അതിനെ ഞാനടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ അനീഷിന്റെ വീഡിയോ ഇട്ടപ്പോഴും ഇതേ കണക്ക് നെഗറ്റീവ് കമന്റ് ഒരുപാട് രേണുസുതിയെ കൊണ്ട് അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്താണെന്ന്. പക്ഷേ രേണുസുതിക്ക് അസുഖമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവർ സപ്പോർട്ടായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവൻ്റെ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ രേണുസുതിക്ക് എഗൈൻസ്റ്റായിട്ട് നിന്ന് എല്ലാവരെയും ഞാൻ എടുത്ത് അങ്ങ് പുണ്യാളന്മാരാക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമാക്കുന്നതെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുതേ. അപ്പം ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് മെസ്സേജ് വരെ ഉണ്ട് വാട്സപ്പിൽ. ഇവന്മാരെയൊക്കെ നീ അങ്ങ് ദൈവതുല്യമാക്കും. ഇന്നലെ വരെ അവന്മാർ രേണുസുതിരെ ഇറച്ചി ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അവർ ഇന്നും ഇത് ഇട്ടപ്പോൾ അതും അവൻ്റെ കണ്ടന്റാണ്. എനിക്കറിയാം അത് അവരുടെ കണ്ടന്റാണെന്നറിയാം. അവർ പരിശുദ്ധമായിട്ട് രേണുസുതിയെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ രേണുസുതി ഇനി ആരും ഒന്നും പറയരുത്, അവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ടല്ല ഇട്ടത്. എന്തായാലും അവിടെ മെനക്കെട്ട് പോയപ്പോൾ സത്യം അറിഞ്ഞ് ഇന്ന് ഇവർ അറിഞ്ഞില്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും അറിയും. ആ സമയത്ത് അത് പുറത്ത് വരും. അപ്പം തങ്ങളുടെ ചാനലിൽ കൂടെ അത് പുറത്ത് വരുവാണെങ്കിൽ അത്ര റീച്ച് അല്ലേ? കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അലിഗേഷൻസിന് ഒരു സ്റ്റോപ്പ് വീഴ്ത്താൻ അവരെ കൊണ്ട് സാധിച്ചാൽ അത് തന്നെയാണ് അവരുടെ റീച്ച്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇട്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കൊരു നന്ദി എന്ന് പറഞ്ഞാൽ അവരത് ഹൈഡ് ചെയ്തില്ലല്ലോ. മനസ്സിലായ? അതവർ ഹൈഡ് ചെയ്യാതെ അത് പബ്ലിക്കിൽ ഇട്ട് തന്നതിനോടാണ് ഞാൻ അവർക്ക് നന്ദി പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവന്മാർ ആരാണെന്നും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ആരുടെ പാവാട വള്ളി തൂങ്ങി നടക്കുന്നതാണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അവരെ പുണ്യാത്മാക്കളാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു വീഡിയോ ഇട്ടത്. പിന്നെ അറിഞ്ഞ സത്യം അതൊരു സത്യസന്ധമുള്ള കാര്യമെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഇത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എന്നുള്ള വിഷമത്തിൽ ഇരുന്ന് നമ്മളെ മുന്നിലേക്ക് വന്ന് വീണ ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതെടുത്ത് നിങ്ങളിലേക്ക് ഇട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് സജീന മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് താങ്ക് യു.